സ്വാഗതം ന്യൂസ് ട്രാക്കിലേക്ക്. വിഴിഞ്ഞത്തിന് സർവകക്ഷി യോഗം. ജയലളിതയുടെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച. രൂപേഷിനും ഷൈനിക്കുമെതിരെ UAPA. പ്രക്ഷോഭം ശക്തമാക്കാൻ ആറന്മുള സമരസമിതി. IPL-ൽ രാജാക്കന്മാരുടെ പോരാട്ടം. വിശദാംശങ്ങൾക്ക് മുൻപ് പ്രധാന വാർത്തകൾ. എളമരം കരീമിനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജയലളിത വീണ്ടും തമിഴ്നാട് മുഖ്യമന്ത്രിയാവുന്നു. സത്യപ്രതിജ്ഞ ശനിയാഴ്ച. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട്. പ്രക്ഷോഭം ശക്തമാക്കാൻ ആറന്മുള സമരസമിതി. വിമാനത്താവള പദ്ധതിക്കെതിരെ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാനും ജൂൺ 10-ന് പത്തനംതിട്ട കളക്ടറേറ്റ് മാർച്ച് നടത്താനും തീരുമാനം. KGS കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും സമരസമിതി. സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് 3 സാക്ഷികൾ. നുണപരിശോധനയ്ക്ക് ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതി. മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്ന 21 കുട്ടികൾ കൊച്ചിയിൽ പിടിയിൽ. കുട്ടികളെ കൊണ്ടുവന്നത് നെട്ടൂരിലെ യതീംഖാനയിലേക്ക്. കേരളത്തിലെത്തിച്ച മാവോയിസ്റ്റ് നേതാക്കളായ രൂപേഷിനും ഷൈനിക്കുമെതിരെ UAPA ചുമത്തി. ഇരുവരെയും ജൂൺ 10 വരെ റിമാൻഡ് ചെയ്ത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി. വിശദാംശങ്ങളിലേക്ക്. കൊച്ചി മെട്രോ പദ്ധതി കാക്കനാട് വരെ നീട്ടാനായി 2017 കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. എളമരം കരീമിനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. കലൂർ മുതൽ കാക്കനാട് വരെയാണ് കൊച്ചി മെട്രോ നീട്ടുന്നത്. 11.2 കിലോമീറ്റർ ദൂരത്തിലാണ് മെട്രോ നീട്ടുക. ഇതിനായി 2017 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോ അതിലെ ആദ്യത്തെ എക്സ്റ്റൻഷൻ 11.2 കിലോമീറ്റർ കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് 2017.46 കോടി രൂപയ്ക്ക് ആ പ്രോജക്റ്റിന് അനുമതി കൊടുത്തു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്നതിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് വിശദാംശങ്ങൾ ചർച്ച ചെയ്യും. ജൂൺ 3-നാണ് സർവകക്ഷി യോഗം ചേരുക. അതിന് ഏറ്റവും സുതാര്യമായ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന സാഹചര്യത്തിൽ ഒരു ഓൾ പാർട്ടി യോഗം വിളിച്ചുകൂട്ടി അതിൽ ചർച്ച ചെയ്ത് അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്ന ഒരു പൊതുവായ അഭിപ്രായമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ സമ്മേളനം ജൂൺ 8-ന് വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ യോഗം തീരുമാനിച്ചു. 106.2 കിലോമീറ്റർ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് മന്ത്രിസഭ യോഗം അനുമതി നൽകി. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകരിക്കും. കടലാക്രമണ ഭീഷണി നേരിടുന്ന തിരുവനന്തപുരത്തെ മുട്ടത്തറയിലെ 140 കുടുംബങ്ങൾക്കായി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകും. മലബാർ സിമന്റ്സ് കേസിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. TB സെൻകുമാറിനെ DGP-ആയി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. KS ബാലസുബ്രഹ്മണ്യം വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. 1983 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ സെൻകുമാറിന് 2017 മെയ് വരെ കാലാവധിയുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുറ്റവിമുക്തിയായ AIDMK ജനറൽ സെക്രട്ടറി ജയലളിത ശനിയാഴ്ച വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AIDMK വക്താവ് PR സരസ്വതി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാംഗ്ലൂർ പ്രത്യേക കോടതി കുറ്റക്കാരിയെന്ന് വിധിച്ചതോടെ കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി പദവും MLA സ്ഥാനവും നഷ്ടമായത്. തുടർന്ന് 21 ദിവസം ജയലളിതയ്ക്ക് ജയിലിൽ കഴിയേണ്ടിയും വന്നു. ഒക്ടോബർ 17-നാണ് സുപ്രീം കോടതി ജയലളിതയ്ക്ക് ജാമ്യം നൽകിയത്. ജയലളിത കർണാടക ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഈ മെയ് 11-നാണ് ജയലളിതയെ കുറ്റവിമുക്തിയാക്കിയത്. തുടർന്ന് ജയലളിത ഉടൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ജയലളിതയോ AIDMKയോ ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നതുമില്ല. ജയലളിത മുഖ്യമന്ത്രിയാകാൻ വൈകുന്നതിൽ മനംനൊന്ത് AIADMK പ്രവർത്തകർ ആത്മഹത്യ ചെയ്തു തുടങ്ങിയതോടെ ഇത് സന്തോഷിക്കേണ്ട അവസരമാണെന്നും എല്ലാം കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് നടക്കുമെന്നുമാണ് ജയലളിത വ്യക്തമാക്കിയത്. ചെന്നൈ രാധാകൃഷ്ണ നഗർ MLA P. വെട്രിവേൽ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് ജയലളിത RK നഗറിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് വ്യക്തമായത്. 22-ന് ജയലളിത AIADMK MLA മാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അന്തിമമായി ഈ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെടും.
തുടർന്ന് 7 മാസത്തിനു ശേഷം ജയലളിത വീണ്ടും പൊതുവേദിയിലെത്തും. MGR, അണ്ണാദുരൈ, പെരിയോർ എന്നിവരുടെ സ്മൃതിമണ്ഡപങ്ങളിൽ പുഷ്പാർച്ചനയും നടത്തും. അമൃത ന്യൂസ്, ചെന്നൈ. ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാനും സമരം ശക്തിപ്പെടുത്താനും സമരസമിതിയുടെ തീരുമാനം. ജൂൺ 10-ന് ആറന്മുളയിൽ നിന്നും പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഇടത് MLA-മാർ നിയമസഭയിൽ പ്രതിഷേധിക്കുന്നതിനൊപ്പം സഭയ്ക്ക് മുന്നിൽ ആറന്മുള നിവാസികളും പരിസ്ഥിതി പ്രവർത്തകരും മാർച്ചും ധർണയും നടത്തും. ആറന്മുളയിൽ നടന്ന നിയമലംഘനങ്ങളെക്കുറിച്ചും KGS കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. സുഗതകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ, പൈതൃക ഗ്രാമകർമ്മസമിതി രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ, ഫിലിപ്പോസ് തോമസ്, മാലേത്ത് സരളാദേവി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ആറന്മുളയുടെ പൈതൃകം സംരക്ഷിക്കാൻ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് സുഗതകുമാരി പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് ഒരു നിവേദനം സമർപ്പിക്കാൻ വേണ്ടി എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ, ആറന്മുള സമര സമിതി തന്നെ ഏകോപന സമിതിയുടെ പ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് പോകുന്നതാണ്. നാട്ടുകാരുടെ വലിയ ഒരു സംഘം തിരുവനന്തപുരത്തെത്തുകയും ഞങ്ങളുടെ എല്ലാവരും യോജിച്ച് നിയമസഭയുടെ മുമ്പിൽ ഒരു ദിവസത്തെ ധർണ നടത്തുന്നതുമാണ്. സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് 3 സാക്ഷികളും നുണപരിശോധനയ്ക്ക് വിധേയരാകാൻ സമ്മതിച്ചു. തുടർന്ന് ഇവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകി. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ 3 സാക്ഷികൾ കള്ളം പറയുകയാണെന്ന് സംശയമുണർന്നു. തുടർന്നാണ് ഇവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ കോടതിയുടെ അനുവാദം ചോദിച്ചത്. ശശി തരൂരിന്റെ വീട്ടിലെ ജോലിക്കാരൻ നരേൻ സിംഗ്, ഡ്രൈവർ ബജ്രംഗി, കുടുംബ സുഹൃത്ത് സഞ്ജയ് ദിവാൻ എന്നിവരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടത്. നരേൻ സിംഗ്, ബജ്രംഗി എന്നിവർ പരിശോധനയ്ക്ക് ഹാജരാകാൻ തയ്യാറായി. എന്നാൽ കുടുംബ സുഹൃത്ത് സഞ്ജയ് ദിവാൻ പരിശോധനയ്ക്ക് സഹകരിക്കില്ലെന്ന നിലപാട് ആദ്യം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹവും നുണപരിശോധനയ്ക്ക് സമ്മതം നൽകുകയായിരുന്നു. നുണപരിശോധന എന്നു വേണമെന്ന് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാമെന്ന് കോടതി പറഞ്ഞു. പല ഘട്ടങ്ങളിലായി എടുത്ത ഇവരുടെ മൊഴികൾ വിശ്വസനീയമല്ലെന്നാണ് ഡൽഹി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കഴിഞ്ഞ വർഷം ജനുവരി 17-ാം തീയതിയാണ് കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ പത്നി സുനന്ദ പുഷ്കറിനെ ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുനന്ദ പുഷ്കറിന്റേത് കൊലപാതകമാണെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശശി തരൂർ MP-യെ ഇതിനകം തന്നെ 3 തവണ ചോദ്യം ചെയ്തതാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മതിയായ രേഖകളില്ലാതെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന 21 കുട്ടികളെ റെയിൽവേ പോലീസ് പിടികൂടി. നെട്ടൂരിലെ യതീംഖാനയിലേക്കാണ് കുട്ടികളെ കൊണ്ടുവന്നത്. കുട്ടികളെ പിന്നീട് താൽക്കാലികമായി മറ്റ് ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് 29 കുട്ടികൾ രാവിലെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. കുട്ടിക്കടത്താണോ എന്ന് യാത്രക്കാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് റെയിൽവേ പോലീസ് ഇവരെ പിടികൂടിയത്. ദില്ലി, ഹരിയാന, ഒറീസ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു കുട്ടികൾ. നെട്ടൂരിലുള്ള യതീംഖാനയിലേക്കാണ് കുട്ടികളെ കൊണ്ടുവന്നത്. യതീംഖാനയുടെ കെയർടേക്കറും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ചൈൽഡ് ലൈൻ്റെ പ്രവർത്തകർ വരുമ്പോൾ ആദ്യം പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് ഇവരുടെ ആ സമയത്ത് ഇവരുടെ കയ്യിൽ മതിയായ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊച്ചിയിലെ ചൈൽഡ് ലൈൻ്റെ ഓഫീസിലേക്ക് മാറ്റി. എന്നാൽ 23 പേർ 3 വർഷമായി ഇവിടെ പഠിക്കുകയാണെന്നും അവധിക്ക് നാട്ടിൽ പോയി മടങ്ങിയെത്തിയതാണെന്നും യതീംഖാന അധികൃതർ പറഞ്ഞു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുക്കാനുള്ളതെല്ലാം രേഖകളൊക്കെ ക്ലിയർ ആക്കി വെച്ചതിൻ്റെ ടൈമിലാണ് വെക്കേഷൻ വന്നു. വെക്കേഷനിൽ കുട്ടികൾ നാട്ടിൽ പോയി തിരിച്ചു വന്ന വഴിക്കാണ് കുട്ടികളെ പിടികൂടിയിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയോ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയോ രേഖകൾ ഹാജരാക്കാൻ യതീംഖാന അധികൃതർക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് കുട്ടികളെ മറ്റ് ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുവാനും തീരുമാനിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗും തമ്മിലുള്ള പോര് മൂർധന്യത്തിലെത്തി. കഴിഞ്ഞ 4 ദിവസമായി ആം ആദ്മി പാർട്ടി സർക്കാർ എടുത്ത ഉദ്യോഗസ്ഥതല തീരുമാനങ്ങളെല്ലാം ലഫ്റ്റനന്റ് ഗവർണർ മരവിപ്പിച്ചു. അതേസമയം ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്ര സർക്കാർ ഡൽഹിയിലെ അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാരോപിച്ച് കേജ്രിവാൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. ഡൽഹിയിലെ 2 ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ